52 ദിവസം ഇനി മത്സ്യത്തൊഴിലാളികൾക്ക് കടലിൽ പോകാൻ കഴിയാത്ത അവസ്ഥയാണ്. ട്രോളിംഗ് നിരോധനമാണ് 52 ദിവസം. KJ യേശുദാസൻ, കേരള മത്സ്യത്തൊഴിലാളി ഫോറം സംസ്ഥാന സമിതി അംഗം, അദ്ദേഹം നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അന്നേരമാണ് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം വന്നത്. അദ്ദേഹം നമ്മളോടൊപ്പം ഇപ്പോൾ വീണ്ടും ചേരുന്നുണ്ട്. അങ്ങ് മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ 52 ദിവസം എന്തൊക്കെയാണ് മത്സ്യത്തൊഴിലാളികൾ എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് അനുഭവിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് അങ്ങ് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു നേരത്തെ. അങ്ങ് തുടരുമോ? 2 ദിവസം എന്നതിലുപരി പറയാനുള്ളത് 1988 പരീക്ഷണാർത്ഥമാണ് ഈ ട്രോളിംഗ് നിരോധനം. AG കലാവർ കമ്മീഷൻ, മുരാരി കമ്മീഷൻ തുടങ്ങി വിവിധ കമ്മീഷനുകളെ വെപ്പിച്ച് ഗവൺമെന്റ് ഇത് പഠനം നടത്തി. ഈ പഠനം തെളിയിച്ചു ഈ നിരോധനം, മൺസൂൺ കാല ട്രോളിംഗ് നിരോധനം അശാസ്ത്രീയമാണ്. ഒരു കാരണവശാലും ഇത് അനുവദിച്ചുകൂടാ. ഇത് പുനഃസ്ഥാപിക്കണം, കാലയളവ് മാറ്റി പുനഃസ്ഥാപിക്കണമെന്ന് എല്ലാ കമ്മീഷനുകളും ശുപാർശ ചെയ്തിട്ടും അതിനൊരു പ്രതിവിധി നാളിതുവരെ ഒരു ഗവൺമെന്റും കണ്ടെത്തിയിട്ടില്ല. രണ്ടാമതായിട്ട് ഈ വർഷം ശംഖ് വളരെ കുറവായിരുന്നു. ചൈന, അമേരിക്ക, ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങളിലേക്കൊക്കെ ശംഖിന്റെ ഇറച്ചി ഇവിടുന്ന് കയറ്റി അയക്കുന്നുണ്ട്. അത് കൊല്ലത്ത് മാത്രമാണ് സുലഭമായിട്ട് ശംഖ് കിട്ടാറുള്ളത്. പക്ഷേ ഈ വർഷം നന്നേ കുറവായിരുന്നു. അതും വളരെയേറെ മത്സ്യമേഖലയെ ബാധിച്ചിട്ടുണ്ട്. പിന്നെ ഡീസൽ വില വർധനവ്. പിന്നെ ഞങ്ങൾക്കെന്ന് പറഞ്ഞാൽ ഇപ്പോൾ സ്കൂൾ തുറന്നപ്പോൾ കുഞ്ഞുങ്ങളെ അയക്കാനൊക്കെ വളരെയേറെ പട്ടിപ്പലിശയ്ക്ക് പൈസ എടുത്ത കുഞ്ഞുങ്ങളെ സ്കൂളിലേക്ക് അയക്കാനുള്ള യൂണിഫോമും മറ്റു കാര്യങ്ങളൊക്കെ പല തൊഴിലാളികളും എടുത്തിരിക്കും, തൊഴിലാളികളെ സംബന്ധിച്ച്. അതുപോലെ തന്നെ ഇനി ട്രോളിംഗ് ബാൻ കഴിഞ്ഞ് ബോട്ട് കടലിൽ പോകുമ്പോൾ എല്ലാ ബോട്ടുകളും ഒന്നും ഫിറ്റൻസ് അല്ല. കാരണം ടൈംകാര് അല്ലെങ്കിൽ പോർട്ട് അധികാരികള് ഫിറ്റൻസ് നോക്കി വോട്ട് പാസ്സാക്കി വിട്ടാൽ അതിൽ വിശ്വാസമായിട്ട് പോവാം. ഇപ്പൊ പ്രൈവറ്റ് പാർട്ടികൾക്ക് കൊടുത്തേക്കുന്നത് കാരണം കൈക്കൂലി വാങ്ങിച്ച് ഫിറ്റൻസ് ഒന്നും നോക്കാതെ അവര് ലൈസൻസ് പാസ്സാക്കി കൊടുക്കുന്നത് കാരണം ഞങ്ങൾക്ക് വിശ്വാസയോഗ്യമായ രീതിയിൽ കടലിൽ പോകാൻ സാധിക്കുന്നില്ല. കാരണം പഴക്കമുള്ള ബോട്ടുകളാണ്, ഇരുമ്പ് ബോട്ടുകളാണ്. കയറി വീണ ഒരു വെൽഡിങ് പൊട്ടുപോയാൽ അവിടെ തന്നെ താന്നു പോകും. അതുപോലെ തന്നെ ലൈഫ് സേഫ്റ്റി ഇല്ല, ഇൻഷുറൻസ് ഇല്ല. അപ്പൊ ഇത്തരത്തിലൊക്കെയുള്ള കാര്യങ്ങൾ ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തണം. കാരണം ഇൻഷുറൻസ് അത്യാവശ്യമാണ്. 10%, ഞങ്ങളും 90%. പിന്നെ ഇതിപ്പോ പറയുമ്പോൾ ഞങ്ങളെ ഒരു വിഭാഗം വേറൊരു വിഭാഗമായിട്ടാണ് കാണുന്നത്. അല്ല, 1950-52 കാലയളവിൽ ഇൻഡോ നോർവെജൻ പ്രൊജക്ട് വഴി ഈ മെക്കനൈസേഷൻ വന്നു തുടങ്ങി. ഞങ്ങൾ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളിൽ നിന്ന് വിദഗ്ധരായവരെ കണ്ടുപിടിച്ച് ഞങ്ങൾക്ക് പരിശീലനം തന്നാണ് ഞങ്ങൾ ഈ തൊഴിൽ രംഗത്തേക്ക് ഇറക്കുന്നത്. അപ്പൊ ഞങ്ങൾ കഠിനാധ്വാനം, എനിക്ക് 55 വർഷത്തെ സർവീസ് ഉണ്ട് കടലിൽ. ഞങ്ങൾ കഠിനാധ്വാനം ചെയ്ത് ഞങ്ങളുടെ യുക്തിയും ബുദ്ധിയും അനുസരിച്ച് ഡെവലപ്പ് ചെയ്ത് വന്നപ്പോൾ പിന്നെ ടെക്നോളജി വന്നു. എക്കോസോണ്ടർ, GPS, വയർലെസ് ഇങ്ങനെയുള്ള ടെക്നോളജി വന്നപ്പോൾ കൂടുതൽ സഹായകമായി. അപ്പൊ അത്തരത്തില് വന്ന ഒരു വളർത്തിക്കൊണ്ടുവന്ന പ്രസ്ഥാനത്തെ ഞങ്ങൾ വേറൊരു വിഭാഗമായിട്ട് കാണുകയാണ്. ഞങ്ങൾ മെക്കനൈസേഷൻ, എല്ലാ യാനങ്ങളും മെക്കനൈസേഷനായി ഇപ്പം കടലിൽ പോകുന്ന എല്ലാ യാനങ്ങളും അവരെ വേർതിരിച്ച് പറയുന്നതല്ല. അപ്പൊ അങ്ങനെ ഒരു വേർതിരിവില്ലാതെ ഞങ്ങളെ കണ്ടുകൊണ്ട് ഞങ്ങൾക്ക് ഇപ്പൊ നാമത്ത് പണിയെടുക്കാൻ യാനമില്ല, പോകാൻ വഴിയില്ല. ഇപ്പം 52 ദിവസക്കാലം ഞങ്ങൾ അനുഭവിക്കുന്ന ദുരിതവും ദാരിദ്ര്യവും തന്നെയല്ല, ഈ വൈറൽ പനിയൊക്കെ വരുന്ന സമയമായി. ഇപ്പോൾ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് ഇളക്കവും ഛർദി അങ്ങനെ മറ്റുള്ള രോഗങ്ങൾ വരുന്ന സമയമാണ്. ആ സമയത്തൊക്കെ ഞങ്ങൾ ഇവിടെ നിന്ന് പാടുപെടുക, എങ്ങനെ എന്ത് ചെയ്യും? കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും ആ അസുഖം വന്നു പോയാലും കണ്ടുപോകാൻ പൈസയില്ല. കാരണം ഈ ട്രോളിംഗ് തുടങ്ങുന്നതിന് 2 ആഴ്ച മുമ്പ് തന്നെ ശക്തമായ കാറ്റ്, കാലാവസ്ഥ ഊഷ്മാവർദ്ധനവും മൂലം കാലാവസ്ഥയിൽ കാര്യമായ മാറ്റം വന്നിരിക്കുക. അപ്പൊ ഏത് സമയത്ത് എന്ത് സംഭവിക്കാമെന്നുള്ള രീതിയിലാണ്. അപ്പൊ അങ്ങനെ ഒരു ജീവൻ മരണം പോരാട്ടം. ഞങ്ങൾ കടലിൽ പോകാൻ പോലും ഞങ്ങൾക്ക് വളരെയേറെ വിഷമിച്ചാ പോകുന്നത്, എപ്പോഴെന്താ സംഭവിക്കുന്നതെന്ന് അറിയാൻ പറ്റാതെ. ആ ഒരു സാഹചര്യത്തിൽ സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു വിഭാഗമാണ് ഞങ്ങൾ മത്സ്യത്തൊഴിലാളികൾ. അപ്പൊ ഞങ്ങളെ ഈ അരിയോ റേഷനോ അങ്ങനെ തരുന്നത് കൂടാതെ ധാന്യങ്ങൾക്ക് അതീതമായിട്ട് ഞങ്ങൾക്ക് ഉണ്ടാകണം. എന്നാൽ മാത്രമേ ഞങ്ങൾക്ക് പിടിച്ച് നിൽക്കാൻ പറ്റുള്ളൂ. കാരണം ഡീസൽ വിലയിൽ ഞങ്ങൾക്ക് സബ്സിഡി അനുവദിക്കണം. ഇപ്പൊ ഞങ്ങൾ 7 ദിവസം വലിച്ചിട്ട് വന്ന ഒരു യാനം, ഒരു ബോട്ട് 5000 ലിറ്റർ ഡീസൽ അടിക്കേണ്ടി വന്നു. 7 ലക്ഷം രൂപ വരെ ഉണ്ട്. 5000 300 ബ്ലോക്ക് ഐസ്, പിന്നെ അതിനുള്ള റേഷൻ, ഈ 12 പേരുടെ റേഷൻ സാധനം, അരി സാധനങ്ങളെല്ലാം ഇത് കഴിഞ്ഞ് വന്നപ്പോൾ 1 ലക്ഷം രൂപ ചില്ലുവാനേ ഉള്ളൂ. ഈ 1 ലക്ഷം രൂപ കിട്ടിയ ഞങ്ങൾക്ക് കിട്ടുന്ന വീതം എന്ന് പറയുന്നത് 3500 രൂപയാണ്. 7 ലക്ഷം രൂപ ബോട്ടി കിട്ടി, പക്ഷേ ചെലവെല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ 1 ലക്ഷം രൂപയേ ഉള്ളൂ. ഈ 1 ലക്ഷം രൂപയുടെ വിഹിതം ഞങ്ങൾക്ക് കിട്ടുന്ന 7 ദിവസത്തെ പ്രൈക്ക് 3.5% വെച്ച്. അപ്പൊ അത്രയേറെ താഴെ തട്ടി നിൽക്കുന്ന ഒരു വിഭാഗമാണ് ഈ മെക്കനൈസേഷൻ എന്ന് പറയുന്നെങ്കിലും ഞങ്ങളും. അപ്പോൾ ആ ഒരു ഭാഗത്ത് ഈ മത്സ്യത്തൊഴിലാളികളെ ഈ വറുതിയുടെ കാലത്ത് ഞങ്ങളെ ഉദ്ധരിക്കാൻ സാമ്പത്തികമായി സഹായം ചെയ്യുകയും ഈ പരീക്ഷണാർത്ഥം തുടക്കം കുറിക്കപ്പെട്ട നിരോധനം, ട്രോളിംഗ് ബാൻ, അത് പുനഃപരിശോധിച്ചിട്ടിരിക്കുക. ആ കമ്മീഷൻ റിപ്പോർട്ട് വായിച്ചാൽ അറിയാം. അതുകൊണ്ട് ഇത് പുനഃസ്ഥാപിക്കാനുള്ള നിയമ നടപടികൾ ഉണ്ടാകണമെന്ന് മാത്രം ഈ തരുണത്തിൽ ബഹുമാനപ്പെട്ട ഗവൺമെന്റിനോടും
ചാനലിനോട് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. അല്ല, അങ്ങോട്ട് ഒരു ചോദ്യം കൂടി ചോദിക്കാനുണ്ടായിരുന്നു, ഒരു കാര്യം കൂടി ചോദിക്കാനുണ്ടായിരുന്നു. ഈ അങ്ങ് ട്രോളിംഗ് നിരോധനം പുനഃപരിശോധിക്കുന്നതിനെ കുറിച്ച് അങ്ങ് പറയുകയുണ്ടായി. ഇത് എത്രത്തോളം അത്യന്താപേക്ഷിതമാണ് എന്നാണ് അങ്ങേക്ക് തോന്നുന്നത്? എന്ന് വെച്ചാൽ നിങ്ങൾ കടലിൽ പോകുന്ന ആളുകളാണ്. ഈ 52 ദിവസം മറ്റു ദിവസങ്ങളിൽ ഇല്ലാത്ത ഭീഷണികൾ ഉയരുന്നുണ്ട്. ഇത് അത്യന്താപേക്ഷിതമാണോ ഈ 52 ദിവസത്തെ ട്രോളിംഗ് നിരോധനം? അതെ, കാരണം അതൊന്ന് പറഞ്ഞുതരാം. അതെ, അത്യന്താപേക്ഷിതമാണ് മാറ്റി സ്ഥാപിക്കുന്നത്. കാരണം കടലിലെ ശുദ്ധജലം ഒഴുകി കടലിൽ ചേരുമ്പോൾ കടലിലെ വെള്ളം ശുദ്ധിയാക്കപ്പെടുമെന്ന് ബൈബിൾ തന്നെ ഉദ്ധരിക്കുന്നുണ്ട്. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 47-ാം അധ്യായത്തിൽ ഉദ്ധരിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെയെല്ലാം ധാരാളം മത്സ്യം കൂട്ടം ചേർന്നുണ്ടാകും, മത്സ്യപ്രജനനം ഉണ്ടാകും. അപ്പോഴേ ഈ മൺസൂൺ കാലത്ത് കേരളത്തിൽ തന്നെ 43 നദികൾ പടിഞ്ഞാറോട്ട് ഒഴുകിയ 2 നദി മാത്രമേ ഉള്ളൂ കിഴക്കോട്ട് ഒഴുകുന്നത്. ഈ 41 നദികൾ ഒഴുകി വരുന്ന വെള്ളം വന്ന് കടൽ ശുദ്ധീകരിക്കുന്നത് കൊണ്ടാണ് ഇവിടെ ഇത്രയും മത്സ്യസമ്പത്ത് കേരളത്തിൽ കൂടുതൽ കിട്ടുന്നതും അത് നല്ല പോഷക ഗുണമുള്ള മത്സ്യസമ്പത്ത് കിട്ടുന്നതും. അത് ഈ നല്ല വെള്ളം വരുമ്പോഴാണ് ചൂട് ഊഷ്മാവിന്റെ കൂടുതലുണ്ട് ചെള്ളയിൽ പുതഞ്ഞിരിക്കുന്ന, കണ്ണ് മാത്രമേ മേളി വരത്തുള്ളൂ, ഞങ്ങൾ വല വലിച്ചാൽ അതിന്റെ പുറത്തുനിന്ന് പോരത്തേ ഉള്ളൂ. ആ പുതഞ്ഞിരിക്കുന്ന മത്സ്യങ്ങൾ കൂട്ടമായിട്ട് ഇളകി വന്ന് ഷോളായിട്ട് ഞങ്ങൾക്ക് ഈ മൺസൂൺ കാലത്ത് കിട്ടുന്നത്. ആ സമയത്താണ് ഞങ്ങളെ പിടിച്ചു കൂട്ടുന്നത്. കരിക്കാടി, കഴന്തൻ, കണവ, കിളിമീൻ, ഉലുവാച്ചി ഇങ്ങനെയുള്ള മത്സ്യങ്ങൾ ധാരാളമായിട്ട് കിട്ടുന്ന സമയമായത്. ആ സമയത്താണ് ഞങ്ങളെ ബന്ദ് ചെയ്യുന്നത്. എന്നാൽ ഉപരിതല മത്സ്യങ്ങൾ പ്രജനനം നടത്തുന്ന കാലഘട്ടമായത്. ഇപ്പൊ മത്സ്യം ചാളയിലേക്ക് മേടിച്ചു നോക്കിയ സാറിന് തന്നെ അറിയാം, കേൾക്കുന്ന എല്ലാവർക്കും അറിയാം, മുട്ടയും നെയ്യും ഉള്ള സമയമായത്. ഈ മുട്ട പ്രജനനം നടത്തി ഇത് മുട്ടയിട്ട് വേണം ഇനി ആഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ മാസത്തിലും കിഴക്കുന്ന കാറ്റടിക്കുമ്പോഴൊക്കെ മത്സ്യം ധാരാളമായിട്ട് ചാളയിലേക്ക് കിട്ടാൻ. അത് ഈ സമയത്ത് യഥാർത്ഥത്തിൽ ട്രോളിംഗ് ബാൻ അല്ല വേണ്ടത്, ഉപരിതല മത്സ്യബന്ധനം നിരോധിക്കുക വേണ്ടത്. ഞാനിത് പക്ഷി പിടിച്ച് പറയുന്നതല്ല, എൻ്റെ ആ അറിവിലും ബോധ്യത്തിലുള്ള, ഞാൻ ഇതിനെപ്പറ്റി പ്രതിപാദിച്ചൊരു പുസ്തകം തന്നെ എഴുതിയിട്ടുണ്ട്. അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അറിയാം, അദ്ദേഹത്തിന് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ സ്രാങ്ക് എന്ന പുസ്തകത്തിന്റെ പേര്, ഞങ്ങളുടെ അനുഭവ കഥകൾ. അപ്പൊ അത്തരത്തില് ഞങ്ങളെ ഒന്ന് വീണ്ടെടുക്കാൻ ഒരു ശ്രമം കൂടെ ഈ ഷക്കീന ചാനലിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം എന്നൊരു അഭ്യർത്ഥനയും കൂടെ ഉണ്ട്. അല്ല, അങ്ങ് പറയുന്നത് ഒരു ചെറിയൊരു സംശയം കൂടിയുണ്ട്. എന്ന് വേണം എന്നാണ് അങ്ങ് പറയുന്നത് ഈ ട്രോളിംഗ് നിരോധനം? ട്രോളിംഗ് നിരോധനം എന്ന് പറഞ്ഞാൽ നവംബർ, ജനുവരി, ഫെബ്രുവരി മാസം, ഈ 3 മാസം ട്രോളിംഗ് നിരോധനം വേണം. എന്നാൽ മാത്രമേ പ്രജനനം ശരിയായിട്ട് നടത്തി മത്സ്യസമ്പത്ത് ധാരാളം കിട്ടുകയുള്ളൂ. നവംബർ, ഡിസംബർ, ജനുവരി ഈ 3 മാസം പൂർണ്ണമായിട്ടും ബന്ധാക്കി കളയണം ട്രോളിംഗ്. അപ്പോൾ നിലവിലുള്ള ട്രോളിംഗ് നിരോധനം ശാസ്ത്രീയമല്ല, അത് മത്സ്യത്തൊഴിലാളികളുടെ കാര്യം വെച്ച് നോക്കുമ്പോൾ അത് ശരിയല്ല എന്നാണ് അങ്ങ് പറയുന്നത്? അതെ അതെ. ഓക്കെ. അപ്പോൾ ആ സമയത്ത് പിന്നെ മറ്റൊന്ന് കാലാവസ്ഥയുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യം കൂടിയാണ് ഞാൻ ചോദിച്ചത്. ഈ സമയങ്ങളിൽ കടലിൽ പോകുന്നത് ഒരുപക്ഷെ അപകടകരമാണോ? ഈ ട്രോളിംഗ് ബാനുള്ള ഈ 52 ദിവസം യഥാർത്ഥത്തിൽ നിങ്ങൾക്കാണല്ലോ അറിയുന്നത്, കടലിൽ പോകുന്ന അപകടകരമാണോ? അപകടകരമായ കാലാവസ്ഥയെ അതിജീവിച്ചാണല്ലോ ഞങ്ങൾ ഇത്രയും നാൾ ഈ മത്സ്യബന്ധനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് അപ്പോഴതിന് വേണ്ടുന്ന സേഫായിട്ട്, പണ്ടത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ പോർട്ടിൽ, കൊച്ചിൻ പോർട്ട്, ഞാൻ തന്നെ കൊച്ചിൻ പോർട്ടിൽ നിരവധി യാനങ്ങൾ കൊണ്ടുവന്ന് പാസ്സാക്കിയിട്ടുള്ളതാണ്. അങ്ങനെ പോർട്ട് അധികാരികൾ വന്ന് ഏറ്റവും സെറ്റ് യാനം പരിശോധിച്ച് അപ്പോൾ അത്യാവശ്യം വേണ്ടുന്ന എക്യുപ്മെന്റ്സ് എല്ലാം വളരെയേറെ നല്ല ശക്തമായ രീതിയിൽ പരിശോധിച്ചതിന് ശേഷം മാത്രമേ ഫിറ്റൻസ് തരത്തുള്ളൂ. ഇന്നതല്ല, പ്രൈവറ്റ് പാർട്ടിയാണ് ഫിറ്റൻസ് നടത്തുന്നത്. അവർക്ക് കൈക്കൂലി കൊടുത്ത് അവർ ഫിറ്റൻസ് എഴുതി തരും. പക്ഷേ ഈ ഓണറും തൊഴിലാളി ആ ബോട്ടിൽ പോകുന്നത്, ഓണർ കര നിൽക്കുക. ഈ ബോട്ടിൽ പോകുന്ന തൊഴിലാളി അപ്പോൾ ഏത് സമയത്ത് എന്ത് സംഭവിക്കുമെന്ന് പറയാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ പല യാനങ്ങളിലും ഈ ഗവൺമെന്റ് എല്ലാവർക്കും കൊടുക്കുമെന്ന് പറഞ്ഞെങ്കിലും ആർക്കും അങ്ങനെ ഈ ലൈഫ് ബോയ് ജാക്കറ്റ് ഒന്നും കൊടുത്തിട്ടില്ല. വള്ളങ്ങളിൽ കുറച്ച് പേർക്ക് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരുപാട് ബോട്ടുകളിൽ അത് ഇല്ലാതുണ്ട്. ബോട്ട് പാസ്സാക്കണമെങ്കിൽ ഇത് വേണമെന്ന് നിർബന്ധമുണ്ടെങ്കിലും പഴയതൊക്കെയും അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളാണ് അവർ വെച്ച് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അത് സാധനം പഴകിപ്പോയത് കൊണ്ട് ഞങ്ങളുടെ ജീവൻ സംരക്ഷിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് എല്ലാ യാനങ്ങളിലും ഫിറ്റൻസ് നോക്കുമ്പോൾ പുതിയ ലൈഫ് ബോയ് ജാക്കറ്റ് ഉണ്ടായിരിക്കണം മസ്റ്റായിട്ട്. അത് മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് ജീവൻ രക്ഷിക്കാൻ മാർഗം. ഓക്കെ.